ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ നേരത്തൊന്നും എണീക്കാറില്ല. സോ എണീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകാനാണ്. അത് ഏത് സ്ഥലമാണ് ഞാൻ അവിടെ ചെന്നിട്ടാണ് ചേരാം. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ടു ഗൈസ്. ഒത്തിരി ഒന്നും വാരിപ്പൊത്തിയില്ല, അരച്ച്. ഇനി ഒരു കട്ടൻ ചായ കുടിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങണം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി പാത്തു ഇതുവരെ ഒരുങ്ങിയില്ല. അവൾ ചായ വെക്കാൻ പോയിക്കോ, അവൾ ചായ വെച്ചിട്ട് വരണം. ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ. അതിൻ്റെ അതേ റോട്ടിൽ നന്നായിട്ട് കാണാനുണ്ട്. നല്ല കുത്തൊഴുക്കായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോഴും ചാറുന്നുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴും പെയ്താൽ പിന്നെ പോകുന്ന പോക്ക് വെറുതെയാണ്. ഗൈസ്, അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്പി പറഞ്ഞു മെഡിക്കൽ കോളേജിൻ്റെ അതിലേ പോവുകയാണെങ്കിൽ വേഗം എത്താൻ പറ്റുമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. വലിയ മഴയൊന്നുമില്ല, എന്നാൽ ചെറിയ മഴയും ഉണ്ട്. പക്ഷെ കൊള്ളാം, നല്ലൊരു രസമല്ലേ കാണാനായിട്ട്. ഭയങ്കര മഴക്കാറുണ്ട്. പാത്തൂനെ കാണിച്ചു തരാവേ. ഭയങ്കര തിരക്കാണ് ഇവിടെ. നല്ല വണ്ടി തിരക്കും. നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നടക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന് പറയാൻ വേണ്ടി ഇരിക്കുക. പാത്തു ഒന്ന് നടന്നു വാ. ഞാൻ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഭാഗ്യത്തിനാണ് ഞങ്ങൾക്കൊരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയത്. അങ്ങനെ നമ്മൾ മലരിക്കലെത്തി ഗായ്സ്. ഞങ്ങളങ്ങനെ മലരിക്കൽ വന്നു ഗൈസ്. മലരിക്കൽ പക്ഷേ നല്ല മഴക്കാറും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ്. ഇല കൊടുക്കുമ്പോഴാണ് പൊട്ടുന്നത്. അതെ, ഇപ്പം നമ്മൾ വള്ളത്തിൽ കയറുന്ന സമയം വന്ന്. അങ്ങനെ വാപ്പി ആദ്യം വള്ളത്തിൽ കയറി, അതിന് ശേഷം ബാത്തു കയറി. പിന്നെ ഉമ്മയോട് കയറാൻ പറഞ്ഞപ്പോൾ ഉമ്മി ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഉമ്മിയുടെ ഇന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് ഉമ്മീനെ വള്ളത്തിൽ കയറ്റാനായിട്ട് വിട്ടു. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം എങ്ങനെ ആകും, ഉമ്മിക്ക് മുട്ടിനൊക്കെ വേദന ഉള്ളതുകൊണ്ട് എങ്ങനെ കയറും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല സിമ്പിളായിട്ട് കയറി. അപ്പം തന്നെ എനിക്ക് ആശ്വാസമായി. പിന്നെ എനിക്കായിരുന്നു ടെൻഷൻ, ഞാൻ എങ്ങനെ കയറും എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം വാപ്പി ഇങ്ങനെ പിടിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് കയറാം, ഒരു കുഴപ്പമില്ല. ഉമ്മി കയറുന്ന കണ്ടോ, ആ ചേട്ടൻ്റെയിലൊക്കെയാണ് കണ്ണാടി കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മി കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കയറിയത്. ഇതും ഒരേ കളർ, നല്ല കോമ്പിനേഷൻ. ഓ, കുഴിവില്ലാത്ത ബോട്ടയിൽ ഇരിക്കാൻ പറ്റത്തില്ല, കുഴിവ് വേണം, മനസ്സിലായോ? ഒന്നാമത് കൊടയല്ല. തിരിഞ്ഞിരിക്കടി, നീ തിരിഞ്ഞിരി. മലരിക്കൽ അമ്പൽപ്പാട് എന്ത് തിരക്കാന്ന് പറയും. ഇവിടെ ഇഷ്ടം പോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാ. ബാക്കിൽ ഉമ്മയും പാത്തും അമ്പൽപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് അവിടെ. ഭയങ്കര ഇത്ര ആൾ ഈ സമയം കാണുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓർത്ത് ഞാൻ മാത്രമേ ഈ സമയം കാണുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നത്. ഈ ഗൈസ് എൻ്റെ കയ്യിൽ എന്താ നോക്കൂ, ഇത് ഞാൻ ചേച്ചിമാരുടെ ഇത് മേടിച്ചതാ. 30 രൂപയ്ക്ക് ഇവിടുന്ന് പറിക്കാൻ സമ്മതിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചതാ. നല്ല രസമില്ലേ?
നമ്മളെ അവർ നല്ലൊരു സെൻട്രലായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്ത് കൊണ്ടുപോയി ബോട്ടിട്ട് നമുക്ക് നല്ലോണം ടൈം തരും ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ സെഷൻ ആൻഡ് വീഡിയോ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ കുറേ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 1 hour സംതിങ് ആണ് ടൈം തരുന്നത്. പെർ ഹെഡ് 100 rupees അവർ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടിനെല്ലാം ശേഷം നമ്മുടെ 1 hour അവസാനിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മളെ കരയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം എനിക്ക് പോകണ്ടെന്ന് തോന്നിപ്പോയി, കാരണം അതിൻ്റെ നടുക്കിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് വന്നത്. നമ്മൾ എത്തി ഗൈസ്, തിരിച്ച് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഡാഡിയും മമ്മിയും തരുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞങ്ങളുടെ ബോട്ട് ട്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. പിന്നെ ഒരു ചേട്ടനും വളച്ചേട്ടനും കൂടെ പിടിച്ചാണ് എന്നെയും ഉമ്മീനെയും പത്തിനെയൊക്കെ ഇറക്കിയത്. നല്ല രസമായിരുന്നു. ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മീ? നല്ല അടിപൊളിമാ, നല്ല ഭംഗി, എന്തോ ഭംഗി. ഇതുപോലെ എല്ലാവരും വന്ന് കാണേണ്ടതല്ലേ, ഒരു നല്ല ഭംഗി, അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലല്ല, വന്ന് വേണം. ലൈക്ക് നമ്മൾ ഫോണിൽ കാണുമ്പോഴും നമുക്ക് ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്തെന്ന് വരത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാ. ഇപ്പോൾ ഓണം വരെ എങ്ങാണ്ടുള്ളതെന്നാ ചേട്ടൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം പറ്റിച്ച് അവർ കൃഷിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മലരിക്കൽ പോയിട്ട് തിരിച്ച് വന്നു. കാറിൽ കയറി പൊക്കോണ്ടിരിക്കുക. ഇവിടെ നല്ല തിരക്കുണ്ട്, വണ്ടികളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്പി എങ്ങനെയുണ്ട് മലരിക്കൽ? പറ. ഇത് നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് മേഖലയിൽ പോയിട്ടുണ്ട്, എങ്കിലും ഇന്ത്യയിൽ ഒരുപാട് മേഖലകളിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ. എങ്കിലും ഈ മലരിക്കൽ നമുക്കൊരു അത്ഭുതം പോലെ തോന്നുന്നു. വളരെ അതിമനോഹരമായിട്ടുള്ള ഭംഗിയുള്ളതും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയുള്ള ഒരു സ്ഥലമാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഉമ്മി പറ, ഉമ്മി എങ്ങനെയുണ്ട് ഉമ്മി മലരിക്കൽ? മലരിക്കൽ അടിപൊളി. എനിക്കാണെങ്കിൽ ഒന്ന് വന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കാലിന് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്ങനെയാണെന്ന് ഓർത്തിരുന്നു. പക്ഷെ ഞാൻ രാവിലെ പഠിച്ചതിനകത്ത് ഞാൻ ഇവരുടെ കൂടെ വന്നു. പക്ഷെ ഞാൻ ഇഷ്ടം പോലെ അങ്ങ് അതിൽ നടന്നു, വള്ളത്തെ കയറി. പഠിച്ചതിനകത്ത് നല്ല ഭംഗി, നല്ല ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അതൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് പഠിച്ചതിനകത്ത്. പാത്തു നീ പറ. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ടു. എല്ലാവരും ഈ സീസൺ തീരുന്നതിന് മുന്നേ തന്നെ വന്ന് കാണണമെന്ന് ഞാൻ പറയും. ഓണാകുമ്പോഴത്തേക്ക് തീരുമെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ അവർ വെള്ളം വറ്റിച്ച് കൃഷി തുടങ്ങും. പിന്നെ നെക്സ്റ്റ് ഇയറിലേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ വന്ന് കാണുന്നവർ ഇത്തവണ തന്നെ വന്ന് കാണുക, ഇല്ലേ പിന്നെ അടുത്ത വർഷം വരേണ്ടി വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.